ഈ CPM-ന് ഈ പണക്കാരുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുന്നതിൽ ജയരാജൻ നിസ്തുലമായിട്ടുള്ള പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അത് ജയരാജന്റെ പതിറ്റാണ്ടുകൾ മുമ്പുള്ള അനുഭവം മുതൽ തന്നെ നമുക്കറിയാം. സാന്റിയാഗോ മാർട്ടിൻ ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. ദേശാഭിമാനിയിൽ അന്ന് ജനറൽ മാനേജറായിരുന്നിരുന്നപ്പോൾ നമ്മൾ ഇലക്ട്രൽ ബോണ്ടൊക്കെ ഇപ്പോഴാണ് കേൾക്കുന്നത്. അന്ന് 15 വർഷങ്ങൾക്ക് മുമ്പ് ലോട്ടറി രാജാവായിട്ടുള്ള സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിച്ച ആളാണ് ജയരാജൻ, EP ജയരാജൻ. അതിനുശേഷം എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ചാക്ക് രാധാകൃഷ്ണനുമായിട്ടുള്ള ഇയാളുടെ ബന്ധം, പാർട്ടി പ്ലീനം ചർച്ച ചെയ്തിട്ട് അഴിമതിക്കെതിരായി വലിയ കുരിശുയുദ്ധം നടത്തണം എന്ന് പറഞ്ഞ പാർട്ടി പ്ലീനം നടക്കുന്ന ദിവസം ദേശാഭിമാനിയുടെ 1-ാം പേജിൽ ചാക്ക് രാധാകൃഷ്ണന്റെ പരസ്യം അന്ന് വന്നതാണ്. അപ്പം അന്നും ഈ പണക്കാരുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ജയരാജൻ. ജയരാജൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അയാൾക്കെതിരെ ഒരു എന്തുമാത്രം ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ആലപ്പുഴയാണോ തൃശ്ശൂരാണോ? തൃശ്ശൂര് പിന്നെ സംഘടനാ സെക്രട്ടറി ആയിരുന്നപ്പം തൃശ്ശൂര് ശോഭ ഡെവലപ്പേഴ്സിന്റെ ഫ്ലാറ്റിൽ അയാൾക്ക് 2 ഫ്ലാറ്റ് ഉണ്ടെന്നുള്ള ആരോപണം എത്രയോ നാളുകൾക്ക് മുമ്പ് പിന്നെ ഉയർന്നു വന്നതാണ്. അയാൾ വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ എന്തുമാത്രം ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഇപ്പോൾ തന്നെ അയാളുടെ മകന് ആക്കുളത്ത് ഫ്ലാറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ് ഇയാളുടെ മകൻ? എന്താണ് ഇയാളുടെ മകൻ്റെ വരുമാനം? എന്താണ് ഇയാളുടെ വരുമാനം? ഈ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇയാളുടെ വരുമാനം? വൈദേഹം റിസോർട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ അല്ലേ? രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള 3-4 ഗംഭീര സ്ഥാനാർത്ഥികൾ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞത് EP ജയരാജനല്ലേ? പിന്നെ വൈദേഹത്തിനെതിരെ പാർട്ടിയിൽ വിമർശനങ്ങൾ ഉയർത്തിയത് P ജയരാജനല്ലേ? ഇങ്ങനെ പാർട്ടിക്ക് കോടീശ്വരന്മാരുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള EP ജയരാജനെതിരെ രോമം തൊടാൻ, അയാളുടെ രോമത്തെ തൊടാൻ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് നട്ടലുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ആർജം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ തന്നെ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് ചർച്ചയ്ക്ക് എന്തിനാ പോയത്? എന്ത് പൊട്ടത്തിന് അയാൾ വിളിച്ചു പറയുന്നത്? അയാളുടെ ആക്കുളത്തുള്ള ഫ്ലാറ്റിലേക്ക് അയാൾ കയറി വന്നെന്ന്. അങ്ങനെയാണ് ഈ ആക്കുളത്തുള്ള ഫ്ലാറ്റിലേക്ക് വരാൻ കാര്യം എന്താ? അയാൾക്ക് AK സെൻറ്റർ റൂമിൽ ഫ്ലാറ്റ് ഉള്ളതല്ലേ? അവിടെ പോയി കണ്ടാൽ പോരെ? അതായത് പിന്നെ മധ്യ കയറിയതാണെന്ന് ചായ കുടിക്കാൻ കയറിയതാണെന്നാണ് പറയുന്നത്. ദല്ലാൽ നന്ദകുമാർ എന്താ പറഞ്ഞത്? ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് പല തവണ ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും ഞാനും കൂടെ മാത്രം ഇരുന്ന് പലതവണ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തപ്പോൾ ആ ചർച്ചയിലെ 1-ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലാവ്ലിംഗ് കേസ് അവസാനിപ്പിക്കണമെന്നാണ്. അയാൾ പറയാണ്, ദല്ലാൽ നന്ദകുമാർ പറയാണ്, കണ്ടീഷൻ 1 ലാവ്ലിംഗ് കേസ് കൺസീഡ്സ് പറഞ്ഞാൽ ലാവ്ലിംഗ് കേസ് അവസാനിപ്പിക്കുന്നതാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഷാജഹാൻ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ നടന്നത്? ഞാൻ അതിലേക്ക് വരാമല്ലോ, ഒരു 2 മിനിറ്റ് കൂടെ എനിക്ക് തരൂ. അയാൾ പറയണം 1-ാമത്തെ കണ്ടീഷൻ അതായിരുന്നു. 2-ാമത്തെ കണ്ടീഷൻ എന്താണെന്നറിയോ? മറ്റ് കേസുകളും എല്ലാം അവസാനിപ്പിക്കാം. 3-ാമത്തെ കണ്ടീഷൻ എന്താണെന്നറിയാവോ? 2026 ഒന്നുകൂടെ CPM-ന് തിരിച്ചു വരാൻ സഹായിക്കാമെന്ന്. ഇത് പറയുന്നത് ദല്ലാൽ നന്ദകുമാറാണ്. ഇതെല്ലാം ചർച്ച ചെയ്തപ്പോൾ ജയരാജൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത്. ഇതിനെ ഒരു വാക്കുകൊണ്ടെങ്കിലും പിന്നെ ജയരാജൻ എതിർത്തിട്ടുണ്ടോ? ജയരാജനെ നിഷേധിച്ചിട്ടുണ്ടോ? ജയരാജന് പറഞ്ഞുകൂടെ ഞാനങ്ങനെ ദല്ലാൽ നന്ദകുമാറുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, ലാവ്ലിംഗ് കേസ് അട്ടിമറിക്കണമെന്ന് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല, സ്വർണ്ണക്കള്ളക്കടത്ത് അട്ടിമറിക്കണമെന്ന് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല, 2026 തിരിച്ചു വരുന്ന കാര്യം ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. ഇതൊക്കെ ജയരാജന് പറഞ്ഞുകൂടെ?